നമസ്കാരം. ഇന്ന് കെ എം മാണിയുടെ 5ാം ചരമവാർഷികം. കേരള രാഷ്ട്രീയത്തിന്റെ അമരത്ത് അരനൂറ്റാണ്ടിലധികം കാലം നിറഞ്ഞു നിന്ന നേതാവ്, ഒരു കാലഘട്ടത്തിന്റെ സ്മരണയായ നേതാവ്, കേരള രാഷ്ട്രീയത്തിലെ അതികായനായ നേതാവ്, ഇങ്ങനെ വിശേഷണങ്ങൾ നിരവധിയുണ്ട്. പി ടി ചാക്കോയുടെ മരണത്തിന് പിന്നാലെ ചാക്കോയോട് കോൺഗ്രസ് നീതി പുലർത്തിയില്ല എന്നാരോപിച്ച് കോട്ടയം തിരുനക്കര മൈതാനിയിൽ അന്ന് ഒരു യോഗം നടന്നു. അവിടെ അന്ന് തിരികൊളുത്തി പിറന്നത് കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെ നിശ്ചയിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു. അതാണ് കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസിലേക്ക് പിന്നീട് ഒരു ദിവസം കോട്ടയം DCC ജനറൽ സെക്രട്ടറിയും എത്തി. ആ നേതാവിന് പിന്നിൽ വലിയൊരു കൂട്ടമുണ്ടായിരുന്നു. കോട്ടയം കോൺഗ്രസ്സുകാരെ അടിച്ചു വാരിക്കൂട്ടിയെത്തിയ ആ നേതാവിൻ്റെ പേര് കരിങ്ങോഴയ്ക്കൽ മാണി എന്നായിരുന്നു. ആ മനുഷ്യൻ പിന്നീട് കേരളത്തിൻ്റെ KM മാണിയും പാലായുടെ സ്വന്തം മാണി സാറുമായി 5.5 പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിലെ അതികായനായി. KM മാണിയെ ഓർക്കുമ്പോൾ പാലായെക്കുറിച്ചും പറയണം. പാലാ സമം KM മാണി എന്നതിനപ്പുറം ഒരു സമവാക്യം അവിടുത്തെ സമ്മതിദായകർ ആലോചിച്ചതേയില്ല. 5 പതിറ്റാണ്ടിലേറെ MLA, ഒരു മണ്ഡലത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ ജയിച്ചു കയറിയ രണ്ടാമത്തെ നിയമസഭാ സാമാജികൻ, 12 മന്ത്രിസഭകളിൽ അംഗം, അച്യുതമേനോൻ സർക്കാരിൽ തുടങ്ങി K കരുണാകരൻ, AK ആന്റണി, EK നയനാർ, അവസാനം ഉമ്മൻചാണ്ടി വരെ നയിച്ച സർക്കാരുകളിലും സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച ധനമന്ത്രി. ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇനി ആർക്കും സാധ്യമാകാത്ത റെക്കോർഡുകളുടെ കൂടി ചരിത്രമായിരുന്നു KM മാണിയുടെ രാഷ്ട്രീയ ജീവിതം. KM മാണിയുടെ ചരിത്രം കേരള കോൺഗ്രസിൻ്റെ ചരിത്രം മാത്രമല്ല, കേരള നിയമസഭയുടെ ചരിത്രം കൂടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ KM മാണിയുടെ ഓർമ്മകൾക്ക് തിളക്കം കൂടുന്നു. കേരള രാഷ്ട്രീയത്തിലെ അതികായന് KM മാണിക്ക് പാലായുടെ മാണി സാറിന് ഓർമ്മ പൂക്കൾ.